രസവതി എന്നുള്ള പേരെന്താണ്? രസത്തിനകത്തിട്ട് വട കഴിക്കുന്നതാണ് രസവട. രസവതി. രസവതി എന്നുള്ള പേരെന്താണ്? രസവതി. രസവതി ഈ ഊട്ടുപേരുടെ പേരാണ് രസവതി. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? ഒരുപാട് രസങ്ങളൊക്കെ ഒരുപാട് കറികളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം രസവതി എന്നുള്ള പേര്. അങ്ങനെയായിരിക്കും. രസവതിയെ സംബന്ധിച്ചൊരു പഴയ സംസ്കൃത വാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കുറെ ആളുകളുടെ കയ്യിൽ നിന്ന് ഈ ഊട്ടുപുരയ്ക്ക് അപ്പൊ അതിൽ വന്നിട്ടുള്ള പ്രധാനമായിട്ടും ഒരു വേറിട്ട ഒരു പേരായിട്ടാണ് അത് വന്നത്. അങ്ങനെയാണ് അത് തിരഞ്ഞെടുത്തത്. രസവതി എന്താണ്? രസവതിയുടെ അർത്ഥം എന്താണ്? പെട്ടുപോയി. രസവതിയുടെ അർത്ഥം എന്താണ്? എന്താണ് ഇപ്പൊ നമ്മളിനിപ്പോ ചോദിക്കുന്നത് ഇനി ഒരു ചോദ്യം ഇതാണ്. രസവതിയുടെ അർത്ഥം എന്താണ്? രസവതിയുടെ അർത്ഥം അറിയില്ല. അടുക്കള. അടുക്കള. രസവതിയുടെ അർത്ഥം അടുക്കള. അടുക്കള. രസവതിയുടെ അർത്ഥം എന്താണ്? അടുക്കള. ഒന്ന് കേട്ടിട്ടാണ് പറയുന്നത്. ഈ രസവതിയുടെ അർത്ഥം എന്താണ്? രസവതിയുടെ അർത്ഥം അറിയില്ല. സാർ എന്താണ് ഈ രസവതിയുടെ അർത്ഥം? രസവതി എന്ന് പറഞ്ഞാൽ അടുക്കളയാണ്. അത് സംസ്കൃത വാക്കാണ്. സംസ്കൃത വാക്കാണ്. ആശയമുണ്ടോ? വേറെ കാര്യമുണ്ട്. അളകാപുരി എന്ന് പറയുന്നതിന് രസവതി എന്ന് പറയുന്ന എന്തോ ഒരു സംഭവം. അതെന്താണെന്ന് പറയാം. നമ്മള് ഇത് പേരിട്ടത് നമ്മള് ഇതിനൊരു കോണ്ടാക്ട് ഇട്ടിട്ട് അതിൽ നിന്ന് വന്ന പേരാണ്. അതിന് സംസ്കൃത അതിന്റെ പേരാണ് അടുക്കള എന്നുള്ളതാണ്. അത് നമ്മളെ ഈ രസവതി എന്ന് പറയുന്നത് നമ്മള് അടുക്കള എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ മലയാള അർത്ഥം പറയുന്നത് രസവതി എന്ന് പറഞ്ഞാൽ അടുക്കളയാണ്. അപ്പൊ നമ്മള് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു അടുക്കള അതിന്റെ ഊട്ടുവരെ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് അത് രസവതിയുടെ അതിന്റെ ഒരു കൃത്യത പറയാൻ അറിയില്ല. രസവതിയുടെ മലയാള അർത്ഥം അടുക്കള എന്നുള്ളത്. അടുക്കള എന്നാണ് കൂടുതൽ ഇത് വന്നേക്കുന്നത്. റിസൾട്ട് വന്നേക്കുന്നത് അടുക്കള എന്നാണ്. അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ പേരിലേക്ക് ചോദിക്കാം. മറ്റു പേരുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ടീച്ചർ, ഈ രസവതിയുടെ അർത്ഥം എന്താണ്? രസവതി എന്ന് വെച്ചാൽ എന്താണ്? രസവതി. ടീച്ചർ, ഈ രസവതിയുടെ അർത്ഥം എന്താണ്? രസവതി ഈ ഊട്ടുപേരുടെ പേരാണ് ഇട്ടേക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? രസപൊതി. രസവതി. രസകരമായ ഊണായിരിക്കും. രസകരമായ ഊണായിരിക്കും. നല്ലൊരു ഉത്തരമാണ് ഇപ്പൊ കിട്ടിയത്. രസകരമായ ഒരു ഊണെന്ന്. വിവിധ കമന്റുകൾ നമുക്ക് ഈ ഊട്ടുപേരെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ രസവതി എന്നാണ് ഊട്ടുപേരുടെ പേര്. ഇപ്പൊ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് വളരെ രസകരമാണ് ഭക്ഷണം. ഞാൻ SPV LPS കുഴിക്കലുടെ ഭാഗം. രസവതി എന്നുള്ളൊരു പേരെന്താണ്? ഈ പ്രേക്ഷകരെ ഞങ്ങളെ രസവതിയാക്കിയ ഒരു രസമാണ്. രസവതിയാണ്. എന്തായാലും തമാശകൾ കൊണ്ടും നമുക്ക് വിവിധ പേരുകൾ ഇവിടെ പറഞ്ഞു തന്നത് സംസ്കൃത വാക്കാണ്. അടുക്കള എന്നാണ് എന്റെ അറിയപ്പെടുന്നതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. രസവതി പിന്നെ എന്തായിട്ടും അടുക്കളയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങൾ എല്ലാം നല്ല വൃത്തിയായിട്ട് ആഹാരങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടും പോവാം. സന്തോഷത്തോടെ പോവാം. ഇതേപോലുള്ള പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പൊ ഈ പേര് ആദ്യമായിട്ടാണ്. എന്നാലും പേരിട്ടത് നല്ല ഒരു സംഭവമാണ്. നല്ല വെറൈറ്റി ഒരു പേരാണ് രസവതി. അപ്പൊ പേരിട്ട ഈ രസവതിയുടെ അങ്ങനെ രസവതിയിൽ ആ മൈക്ക് പോയിട്ടുണ്ട്. എന്താണ് രസവതിയുടെ അർത്ഥം പറയുന്നത്? എനിക്കറിയത്തില്ലെന്നാ. ടീച്ചർ, ഈ രസവതിയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ? രസവതിയുടെ അർത്ഥം ഉണ്ടാക്കിയിട്ട് അതിനകത്തിടണം. രസവട. അപ്പോ അതിനകത്ത് കാഴ്ചകളൊക്കെയാണ്. അറിയാമോ ഏതാ രസവതി എന്നുള്ള അർത്ഥം? രസവതി. രസവതി നമ്മുടെ ഈ രസവതി ഊട്ടുപേരുടെ പേര് രസവതി. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? വന്നപ്പോൾ അന്വേഷിക്കുകയാണ്.